കൊല്ലം ചടയമംഗലത്ത് മദ്യലഹരിയിൽ കൊലപാതകം. തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് 54-കാരൻ നൌഷാദ്. ചടയമംഗലം സ്വദേശിയാണ് നൌഷാദ്. ദിജേഷാണ് ചടയമംഗലം പോലീസ് കൊലയാളിയായ ദിജേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് 12:45 ചടയമംഗലം ബവറേജിന് സമീപത്തെ അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു നൌഷാദും ദിജേഷും. നൌഷാദിനോട് ദിജേഷ് പണം ആവശ്യപ്പെട്ട് കീശയിൽ നിന്നും നിർബന്ധിതമായി പണമെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടെ ദിജേഷ് സമീപത്തിരുന്ന ഹോളോബ്രിക്സ് കട്ട കൊണ്ട് നൌഷാദിന്റെ തലക്കിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തറയിൽ വീണ നൌഷാദ് രക്തം വാർന്ന് അവശനായി. പ്രദേശവാസിയായ ഒരാൾ ബഹളം കേട്ട് കയറി വന്നപ്പോഴാണ് നൌഷാദ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഈ സമയത്ത് ദിജേഷ് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ചടയമംഗലം പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി നൌഷാദിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ നൌഷാദ് മരണപ്പെട്ടു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട ദിജേഷ് ചടയമംഗലം പോലീസിൽ പിന്നീട് കീഴടങ്ങി. സയന്റിഫിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ദിജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നൌഷാദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. നാളെയാണ് പോസ്റ്റ്മോർട്ടം. കൊല്ലപ്പെട്ട നൌഷാദും കൊല നടത്തിയ ദിജേഷും തമ്മിൽ ബവറേജസിന് സമീപത്ത് വെച്ച് തന്നെ മുൻപ് സുഹൃത്തുക്കളായവരാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.